ഫേസ്ബുക്ക് പോസ്റ്റിൽ ന്യായീകരണവുമായി പാലക്കാട്ടെ CPIM നേതാവ് PK ശശി. വിമർശനം പാർട്ടി വിട്ട് BJPയിൽ പോയവർക്കെതിരെ എന്ന് PK ശശി. കൂടെ നിന്ന് ചതിച്ചവർക്ക് വരാനിരിക്കുന്നത് മോഹഭംഗത്തിന്റെ കാലം എന്നതടക്കമുള്ള വിമർശനങ്ങളുമായി ശശി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്നലെയായിരുന്നു. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർക്കിനി ദുരന്തകാലം. ആത്മാഭിമാനം പണയപ്പെടുത്തരുതെന്നും ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. പോസ്റ്റില് എന്റെ രാഷ്ട്രീയ നിലപാട് മാത്രമേ ഉള്ളൂ. പോയിട്ട് പാർട്ടിയിൽ നിന്ന് പോയിട്ട് BJP പോയില്ലേ, പിന്നെ ചില സ്ഥാപനങ്ങള് പൊളിച്ചില്ലേ, അത്തരം ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലുള്ള മെസ്സേജാണ് കൊടുത്തത്. അതാണ് വിഷയം. അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലേ? അതാ സൂചിപ്പിച്ചിട്ടുള്ളത്, അതിന് വേറൊന്നുമില്ല. നിലവിലെ ഇങ്ങനെ പാർട്ടി വിട്ടുപോയി മറ്റു പാർട്ടി ചേർന്ന ആളുകളും അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്ഥാപനങ്ങൾ സംശയം എന്താണത്, അതെന്താ അത്രേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഏതായാലും സ്വന്തം പാർട്ടിയിൽ നിന്ന് ശശിയെ കാലുവാരിയവർക്കെതിരെ അല്ല എന്നാണോ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്? ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഭീഷണിയുടെ സ്വരം കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായും ലക്ഷ്മി, കാരണം PK ശശിക്ക് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് PK ശശി പാലക്കാട് ജില്ലയിലെ CPIM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത്, പാർട്ടിയുടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി. അതിനുശേഷം CI2 ജില്ലാ പ്രസിഡന്റായിരുന്ന PK ശശിയെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി ഇപ്പോൾ KTDC ചെയർമാനാണ്. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് പാലക്കാട്ടെ CPM-ന്റെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം PK ശശി ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് PK ശശിക്ക് ഒപ്പമുണ്ടായിരുന്ന മുഴുവൻ ആളുകളും, ഏറെക്കുറെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ PK ശശിക്ക് ഒപ്പമുള്ളത്. മറ്റുള്ള എല്ലാവരും മറുവശത്തേക്ക് ചാടിയിരിക്കുന്നു, മറുകണ്ഠം ചാടിയിരിക്കുന്നു എന്ന് പറയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിനെ കാണാൻ കഴിയുള്ളൂ. കാരണം നേരത്തെ PK ശശി പറഞ്ഞത് CPM-ൽ നിന്ന് BJPയിലേക്ക് പോയ ആളുകളെ വിമർശിക്കാനാണ് ഈ പോസ്റ്റെങ്കിൽ അത് PK ശശിക്ക് നേരിട്ട് തന്നെ പറയാമായിരുന്നു. CPM-ൽ നിന്നും BJPയിലേക്ക് പോയ ആളുകൾ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ വിമർശനം ഉന്നയിക്കാം. ഇതിപ്പോൾ PK ശശിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഈ പോസ്റ്റിൽ പറയുന്നത് 2024 പ്രതിസന്ധിയുടെ കാലം എന്ന് PK ശശി പറയുന്നത് പാർട്ടി നേരിട്ട അച്ചടക്ക നടപടിയും പിന്നീട് അദ്ദേഹത്തിന്റെ CIT സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു, അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും എന്നുള്ളതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വലങ്കൈയായിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് മാറി മറുചേരിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെയാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെല്ലാം PK ശശിയുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഗിയാമെന്നാൾ വരെ സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിൻ്റെയും മോഹഭംഗത്തിൻ്റെയും കാലമായിരിക്കും എന്നുള്ളതാണ്. ഉറപ്പായും ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ആ വിമർശനവും ഉണ്ടാകുന്നത്. നമ്മളത് മുഴുവനായി വായിക്കുന്നില്ല. അതോടൊപ്പം അവസാനിപ്പിക്കുന്നത് ഒന്ന് പറയുന്നത് ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരുംകാലം നിങ്ങളുടേതല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒന്നിനു മുമ്പിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക, ആരുടെ മുമ്പിലും ചെറുതാവാതിരിക്കുക. അങ്ങനെ അത് വളരെ നീണ്ടുപോകുന്നുണ്ട്. എന്തായാലും PK ശശി ഉദ്ദേശിച്ചത് പാർട്ടിക്കകത്ത് തൻ്റെ ഒപ്പം നിന്നിരുന്ന ആളുകൾ കാലുവാരി മറുകണ്ഠം ചാടിയതും അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരിട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം തന്നെയാണ്. അതുതന്നെയാണ് ഇത് വായിക്കുന്നത്. ഈ പോസ്റ്റിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ പിന്തുണയൊക്കെ കാണുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നുകൂടി അവരെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും PK ശശിയോട് നമ്മൾ ഇന്ന് രാവിലെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് BJPയിലേക്ക് പോയ ആളുകളെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു പാലക്കാട് ഈ PK ശശിയുടെ ഈ പോസ്റ്റ് CPM-നകത്തൊരു വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഒരു ന്യൂ ഇയർ പോസ്റ്റിലൂടെ പറയേണ്ടതൊക്കെ പറഞ്ഞിരിക്കുകയാണ് PK ശശി എന്ന് വേണം മനസ്സിലാക്കാൻ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി.